ഞാൻ അജയ് ജെയിംസ് തോമസ് പള്ളിക്കത്തോട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മാതാവ് എനിക്ക് തന്ന അനിതസാധാരണമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമേ എൻ്റെ തോളിൽ ഒരു വലിയ മുഴയുണ്ടായിരുന്നു. ആൾക്കാർ പറയും ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറേ ഇല്ലായിരുന്നു. ഒരു ദിവസം കൃപാസനം ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മമ്മി വെറുതെ കൈ വെച്ചിട്ട് ജസ്റ്റ് സ്പർശിച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ നിമിഷം തന്നെ ഞങ്ങൾ കൃപാസനം മാതാവിൻ്റെ അടിയിൽ നിന്നിട്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ എന്തോ അഗ്നി ഇറങ്ങുന്ന പോലെ എന്തോ എൻ്റെ ആ ഒരു മുഴയിലോട്ട് വന്നിട്ട് അത് ചൊട്ടിപ്പോയി. അതാണ് ആദ്യത്തെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. രണ്ടാമത്തെ കാര്യം, ഒരു ദിവസം ഈ കൃപാസനത്തിൽ നൊവേന പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, അവിടെ എവിടെയാണോ രോഗമുള്ള അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക. അപ്പം അതനുസരിച്ച് ഞാൻ എൻ്റെ പല്ല് പൊട്ടിപ്പോയി കഴിഞ്ഞിട്ട് അതിനകത്തൊരു കുറ്റി മാത്രം അവശേഷിച്ചു. രാവും പകലും വേദന മാത്രം. അപ്പം ഇങ്ങനെ നൊവേന പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതനുസരിച്ച് എൻ്റെ പല്ലിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചേ, കൃപാസനത്തിൽ എന്നെക്കാളും ഇതുപോലെ 100 കൂട്ടം വേദന അനുഭവിക്കുന്ന എത്ര പേര് വരുന്നു, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ നോക്കുമ്പോൾ അവിടെ പുതിയൊരു പല്ല് മുളച്ച് വന്നിരിക്കുന്നത് മാത്രമല്ല, അത് നേരത്തെ ഉണ്ടായിരുന്ന പല്ലിന് അതേ രീതിയിൽ ഒരു വ്യത്യാസം പോലുമില്ല. ആൾക്കാർക്കത് നിർമ്മിച്ചുണ്ടാക്കാൻ വേണ്ടി പറ്റത്തില്ല, അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പല്ല് അവിടെ സൃഷ്ടിച്ചു. ഇപ്പോഴും എനിക്ക് ഇതുവരെ അത് കഴിഞ്ഞിട്ട് പല്ലുവേദന ഉണ്ടായിട്ടില്ല. യേശുവെ നന്ദി, യേശുവെ സ്തുതി. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം തീരുമായിരുന്നു വേനൽക്കാല സമയത്ത്. അപ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മാതാവ് എന്നോട് പറഞ്ഞു, നീ പോയി ജെറീക്കോ പ്രാർത്ഥന ചൊല്ലുക ഈ കിണറ്റിന് ചുറ്റും. അപ്പം ഞാൻ ആദ്യത്തെ ദിവസം പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, രണ്ടാമത്തെ ദിവസം പോയി, മൂന്നാമത്തെ ദിവസം പോയി. എന്നിട്ടും എനിക്ക് ഒരു വിശ്വാസം മൊത്തമായിട്ട് വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഏഴാമത്തെ ദിവസം ഞാൻ അതിൻ്റെ മൊത്തം ഉപ്പും അവസാനം 7 പ്രാവശ്യം വലം വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, അത് കഴിഞ്ഞിട്ട് ഉപ്പും വെതറും. അത് കഴിഞ്ഞിട്ട് ഏഴാമത്തെ ദിവസമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ഏഴാമത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തീരുന്ന സമയത്ത് ആകാശ വിസ്ഫോടനമുണ്ടായി, വലിയ മഴ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇന്നു വരെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അത് പണ്ടത്തെ എലീശ പ്രവാചകൻ്റെ ആ വിധവയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ, അവരുടെ പാത്രത്തിൽ മാവും എണ്ണയും പറ്റാത്തതുപോലെ ഞങ്ങൾക്ക് വെള്ളവും ഞങ്ങളുടെ കിണറ്റിൽ ഇതുവരെ പറ്റിയില്ല. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അതുപോലെ രണ്ടാമത്തെ കാര്യം, എനിക്കിതുവരെ ഞാനിപ്പോൾ PhD വരെ എത്തി. ഞാൻ IIT ബോംബെയിലാണ് PhD ചെയ്യുന്നത്. പക്ഷേ സത്യമായിട്ട് പറയട്ടെ, ഞാനൊരു പമ്പര വിട്ടിയാണ്. എന്നിട്ടും എൻ്റെ കർത്താവ് തൻ്റെ കൃപയാൽ എനിക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിതുവരെ എത്താൻ വേണ്ടി പറ്റിയത്. അതിനകത്ത് ഞാൻ അഭിമാനിക്കുന്നു, ഇങ്ങനെ എന്നെ തന്നെ ഇല്ലാതാക്കി പറയുന്നതിനകത്ത്. കാരണം എൻ്റെ ദൈവമാണ് എനിക്കെല്ലാം. അത് കഴിഞ്ഞിട്ട് ഒരു സമയത്ത് എനിക്ക് ഒരു ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പൻ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്യുന്ന സമയത്ത് ഇത് എൻ്റെ ജോലിക്കാര്യമാണ് പപ്പായ്ക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കി. അതുകൊണ്ട് അത് പപ്പ അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ PhDയുടെ അഡ്മിഷൻ നടക്കുമ്പോൾ ഞാൻ ഉടമ്പടി കാശ് രൂപമായിട്ട് പോയി. ആ അഡ്മിഷൻ സുഖം പുല്ലുപോലെ, അതായത് ദൈവം നയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയണ്ടായിരുന്നു. ദൈവം നമ്മളെ അത്രമാത്രം സ്മാർട്ടായിട്ട് അതിനകത്തൂടെ കൊണ്ടുപോയി. ആ IIT ബോംബെയുടെ ആ പരീക്ഷയിൽ 3rd റാങ്കാണ് എനിക്ക് കിട്ടിയത്. നാലാമത്തെ കാര്യം, എൻ്റെ അനിയന് ജോലി ഇല്ലായിരുന്നു. അനിയന് ഒരുപാട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, എന്നിട്ട് കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ആ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് സമാധാനപൂർവ്വവും ശാന്തവുമായ ജോലി ലഭിക്കും. ഞാൻ ജോലി ലഭിച്ചു. ഈ സമാധാനപൂർവ്വം ശാന്തവുമായിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ പ്രാർത്ഥിച്ചതാണ്. അത് എനിക്ക് കിട്ടുകയില്ലെന്നറിയാം, ഏതെങ്കിലും ഒരു ജോലിയെ കിട്ടുകയുള്ളെന്നറിയാമായിരുന്നു. പക്ഷേ ഞാൻ എന്താണോ പറഞ്ഞത് അത് മാതാവ് എനിക്ക് അത്രമാത്രം സാധിച്ചു തന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അത് കഴിഞ്ഞിട്ട് ആറാമത്തെ കാര്യം, ജർമ്മനിയുടെ ഈ PhD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 വർഷം നീണ്ടു നിൽക്കും. എനിക്കിപ്പോൾ തന്നെ 32 വയസ്സുണ്ട്.
ഇനി ഞാൻ ഒരു PhD കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും 36-37 വയസ്സാവും. 40 വയസ്സാകുമ്പോഴത്തേക്കും എനിക്കൊരു ജോലി കിട്ടും എന്നാണ് ചില മെസ്സേജ് എടുക്കുന്നവരൊക്കെ പറയുന്നത്. അത് ശരിയാണ് താനും. 40 വയസ്സാകുമ്പോഴേ എനിക്കൊരു ജോലി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഓർക്കുമ്പോഴത്തേക്കും എൻ്റെ ഈ അനിശ്ചിതാവസ്ഥയ്ക്ക് ഒരു പരിഹാരവുമില്ലേ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് പുറത്തേക്ക് പോകാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള ഒരു മനസ്സ് കിട്ടുന്നത്. അതിനുള്ള വഴികൾ ദൈവം എനിക്ക് കാണിച്ചു തന്നു. ജർമ്മനിയിലേക്ക് പോകാനുള്ള ഒരു വഴികളൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു 2 വർഷം കൊണ്ട് ഒരു ജോലി കിട്ടുന്ന രീതിയിലോട്ടുള്ള കാര്യങ്ങളായി. അങ്ങനെ 40 വർഷം എന്നുള്ളത് 8 വർഷം സമയച്ചുരുക്കം നടത്തി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഈശോ മാതാവ് വഴി അനുഗ്രഹിച്ചു. അതുപോലെ ഉടമ്പടി തൈലത്തിൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലുതാണ്. എനിക്ക് പല പ്രാവശ്യം കൊറോണ പിടിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ തൊണ്ടയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥത തുടങ്ങും. അപ്പം ഞാൻ ഉടമ്പടിയുടെ തൈലം എടുത്ത് പുരട്ടിക്കഴിഞ്ഞ ആ ഒരു സമയത്തിൽ ആ കൊറോണയുടെ ആ ഒരു അസ്വസ്ഥത ഇല്ലാതാകും. അങ്ങനെ ഈ നാളുകളിൽ അത്രയും എനിക്ക് ഒരു കൊറോണയോ ഒരു രോഗമോ ഇല്ലാതെ കാത്ത എൻ്റെ യേശുവിന് ഞാൻ 1000 നന്ദി പറഞ്ഞു. അവൻ്റെ തിരുനാമത്തെ വാഴ്ത്തി സ്തുതിച്ച് നമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മ മാതാവിനും 1000 നന്ദി.